ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നോർമൽ ഡേ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഒത്തിരി പേര് എന്നോട് ചോദിച്ചിരുന്നു എന്താണ് വീഡിയോസ് ഒന്നും കാണാത്തത് എന്നൊക്കെ. ഇപ്പോൾ റീലോപ്പൻ്റെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഉറക്കത്തിൻ്റെ ഒരു ഷെഡ്യൂള് ഒത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പം ഇനി തുടർച്ചയായിട്ട് ഇടാൻ പറ്റുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബർ എന്നോട് നെയിം മീറ്റിംഗ് ചാലഞ്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബിൻസി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചേച്ചിയാണ്. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചേനയാണ് കേട്ടോ. എത്ര പേർക്ക് ചേനയും ചേമ്പും തമ്മിൽ മാറിപ്പോവും? എനിക്ക് പലപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ. ഈ ചേനയും ചേമ്പും കണ്ടാൽ മനസ്സിലാകും, പക്ഷേ അല്ലാതെ പറയുമ്പോൾ പെട്ടെന്ന് ക്ലിക്കാവത്തില്ല. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചേനയും ചേമ്പുമാണ് കേട്ടോ. ചേനയാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് നല്ല കാന്താരി സംബന്ധിയും ഒക്കെയാണ് ഉള്ളത്. ഇത് അമ്മയുടെ വീട്ടിൽ കൃഷി ചെയ്ത് കൊണ്ടുവന്ന ഒരു ചേനയാണ് കേട്ടോ. വീട്ടിൽ അത്യാവശ്യം കപ്പ, ചേന, ചേമ്പ്, അങ്ങനെ അത്യാവശ്യം കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മുളക് സംബന്ധിയും മീൻകറിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ കവർ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 360 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സിംഗിൾ ബെഡിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ സ്നാക്കി നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മഴയുടെ അപ്ഡേറ്റൊക്കെ ഒന്ന് പറയുക കേട്ടോ കമൻറ്റിൽ. ഇവിടെ നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മല പ്രദേശമാണ്. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ചരൽക്കുന്നാണ് കേട്ടോ. ചരൽക്കുന്ന് അത്യാവശ്യം നമ്മുടെ സ്ഥലത്തിൽ നിന്നും ഇച്ചിരി കൂടെ മലയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. രാവിലെ നമ്മൾ കുറച്ച് വീട്ടിൽപ്പെട്ട സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ്. അപ്പം നമ്മൾ ആ റൂട്ടൊന്ന് പോയി നോക്കി. നല്ല മഴയായതുകൊണ്ട് നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഈ ചരൽക്കുന്നിൽ പണ്ട് നമുക്ക് സൺഡേ സ്കൂളിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. മാർത്തോമേറ്റ്സ് ഉള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അത്യാവശ്യം ക്രിസ്ത്യൻസ് മാർത്തോമേറ്റായിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ചരൽക്കുന്ന് എന്ന് പറയുന്നത് ക്യാമ്പ് നടക്കുന്നൊരു സ്ഥലമാണ്. ക്യാമ്പ് അതുപോലെ എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ ഇതുവരെ ആരും നമ്മുടെ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, എറണാകുളത്ത് അതുപോലെ നല്ല ദൂരമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടോട്ടൊന്ന് വരിക. നല്ല അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. പിന്നെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ. നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയായിരുന്നു ഉള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ. നല്ല മഴയായിരുന്നു, ഓണത്തിന് നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്ന് കമൻറ്റിലൂടെ പറയൂ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരുപാട് ലോങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഒരു ലോങ് വീഡിയോയും ഒക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ വേറൊരു വീഡിയോയും പെൻഡിങ് ഉണ്ട്. ഞാൻ എൻ്റെ ഫോണിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ തന്നെ ചെയ്യാം. എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ ടൈമൊക്കെ മാനേജ് ചെയ്ത് ടൈമില്ല എന്ന് പറയുന്നത് എക്സ്ക്യൂസ് അല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ അത് ടൈം കണ്ടെത്തി എന്തായാലും ഞാൻ അതിനൊരു പ്രിപ്പറേഷനൊക്കെ ചെയ്യണമല്ലോ. എന്നാലും ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ പറയുക. എന്തെങ്കിലും വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.